ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ഞാൻ പൈൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. സോ ഞാൻ 2 കാർഡ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഗ്രൂപ്പ് നമ്പർ 1 ആണ്, ഇത് ഗ്രൂപ്പ് നമ്പർ 2. ഇതിൽ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏതാണ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇത് നമ്പർ 1ഉം ഇത് നമ്പർ 2 ആണ് കേട്ടോ. അപ്പം നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 ഇത് ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോവാം. മെയിനായിട്ടും ഈ ഒരു കാർഡിൻ്റെ മീനിങ് വരുന്നത് പുതിയൊരു തുടക്കത്തെയാണ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത ആളുകൾക്ക് മെയിനായിട്ടും പറയേണ്ടത് ഒരു അവയർനെസ് ആണ് കേട്ടോ. പുതിയൊരു തുടക്കത്തെ കാണിക്കുന്നതാണ്. ജീവിതത്തിൽ പുതിയൊരു തുടക്കം, റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കമാണ് മീൻ ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങളുടെ ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത്? ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അവരുടെ ഒരു ഇന്റൻഷൻ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. എന്താണ് അവർ ശരിക്കും ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെവൻ ഓഫ് കപ്സ് ആണ്. ടെൻ ഓഫ് സോഡ്സ് ആണ്. ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് ഇവിടെ ടെൻ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഈ ഒരു കാർഡിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂ ബിഗിനിങ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങളുടെ സ്വപ്നം എന്താണോ, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു സ്വപ്നം എന്താണോ അത് നടപ്പാകും എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഫൈനലി വന്നിട്ടുണ്ടായിരുന്ന ഫുൾ കാർഡാണ്. ഇതും ഒരു പുതിയ തുടക്കത്തെ കാണിച്ചു തരുന്നതാണ്. ന്യൂ ബിഗിനിങ്, റിയൂണിയൻ, ന്യൂ ബിഗിനിങ് എന്നൊക്കെ കാണിച്ചു തരുന്നതാണ്. ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഒന്നുമില്ല, നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്, ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആകും. ഓക്കെ, കുറച്ചുകൂടി ബെറ്റർ ആകും. അല്ലാതെ കോണ്ടാക്ട് ഇല്ലാത്ത ആളുകൾക്ക് പുതിയൊരു തുടക്കമാണ് കാണിക്കുന്നത്. ടെൻ ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഇതൊരു ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ ഹാപ്പി എൻഡിങ്, പൂർത്തീകരണം, ഒരു ഫുൾഫിൽമെന്റ് കാണിച്ചു തരുന്നതാണ്. സോ നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു മീനിങ്ങിൽ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ മീനിങ്ങും വരുന്നത്. നിങ്ങളുടെ ഇവിടെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് വളരെ സ്ലോ ആയിട്ട് കാണുന്നുണ്ട്. അതായത് ഇത് കുറച്ച് ലേറ്റ് ആയിട്ടേ നടക്കത്തുള്ളൂ എന്നുള്ളത് കാണുന്നുണ്ട്. എന്തെങ്കിലും തടസ്സങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്രയും ലേറ്റ് കാണിക്കുന്നത്. സ്ലോ ആയിട്ടാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്, നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു കാര്യം നടക്കുന്നത് എന്നുള്ളതാണ്. ഇവരുടെ ഒരു ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് നോക്കുമ്പം എനിക്ക് ഡെത്ത് കാർഡും 7 ഓഫ് കപ്സും 10 ഓഫ് സോഡ്സും ആണ് വന്നിട്ടുള്ളത്. മെയിനായിട്ട് റെസ്പോൺസിബിലിറ്റി ആണ് കാണിക്കുന്നത്. നിങ്ങളെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കടമകൾ ചെയ്യുക എന്നുള്ളത്. മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അത്രത്തോളം കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ നിങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങൾ സ്നേഹിച്ചവരായിരിക്കാം. അപ്പം റെസ്പോൺസിബിലിറ്റിയാണ് ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടത് ചെയ്യുക,
നിങ്ങളോടുള്ള കടമകൾ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെയിനായിട്ട് ഇവിടെ ഒരു ഡെത്ത് കാർഡ് വന്നതാണ്ടോ, ഇതൊരു റീബർത്തിൻ്റെ കാർഡാണ്. പുതിയ തുടക്കം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഇപ്പം നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഈ പേഴ്സണിൽ നിന്ന് വിചാരിച്ച ഒരു കാര്യങ്ങളും കിട്ടിയിട്ടില്ല എന്ന് കരുതുക. അവർ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും തന്നിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകൾ പാലിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ എന്തായാലും ഒരു പുതിയ തുടക്കമാണ്. ഇനി അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ എഗെയിൻ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ ആയിരിക്കില്ല. അവരെല്ലാം തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തരും. മനസ്സിലായോ? അപ്പം മെയിനായിട്ടും അവരുടെ കടമകൾ ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് കടമകൾ നിങ്ങളെടുത്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു കൂടെ കൂട്ടണം, എല്ലാം ചെയ്തു കൊടുക്കണം. റെസ്പോൺസിബിലിറ്റിയാണ് അവർ മെയിനായിട്ടും നിങ്ങളെടുത്ത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരുപാട് വേദനിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഈ പേഴ്സൺ വളരെയധികം വേദനിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു സിറ്റുവേഷൻ കൊണ്ട് മാത്രം വേദനിപ്പിച്ചതാണ് എന്നുള്ളതാണ്. അതായത് വേറെന്തോ സിറ്റുവേഷൻസ് കടന്നു വന്നതുകൊണ്ട് മാത്രം നിങ്ങളെ മനഃപൂർവ്വം അവർക്ക് വേദനിപ്പിക്കേണ്ടി വന്നു. അതിൽ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇപ്പം മേ ബി നിങ്ങളെ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, ഈ പേഴ്സൺ ഇപ്പം നല്ലതാണോ, ഇവർ വന്നത് എന്തിനാണ്, വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ആദ്യത്തെക്കാളും നല്ലൊരു ക്യാരക്ടർ ഇപ്പം നിങ്ങളടുത്ത് കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് സ്വയം ഡൗട്ട് വരും, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ആദ്യം, ഇപ്പം എന്താ ഇങ്ങനെ എന്നുള്ളൊരു ഡൗട്ട് വരും. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കുക, അത് അവർക്കുള്ളൊരു ചേഞ്ചാണ്, അവർക്ക് വന്നിട്ടുള്ളൊരു ചേഞ്ചാണ്, അത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പം നിങ്ങളടുത്ത് അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, ഡീപ്പായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് നോക്കാം. ഡെത്ത് കാർഡ് എഗെയിൻ വന്നിട്ടുണ്ട്. അവർ മെയിനായിട്ടും ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരു റീബർത്ത്, പുതിയ തുടക്കം, അല്ലെങ്കിൽ പുതിയൊരു ജന്മം പോലെ പുതിയൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. 6 of Wands ആണ്. ഇത് കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾ കുറേ നാളായിട്ട് കാണാത്ത ആളുകളാണെങ്കിൽ ഒന്ന് കാണണം, കുറേ സംസാരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ. ഓക്കെ, മേ ബി നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ, അതായത് പുറത്തും നാട്ടിലൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഒന്ന് കാണണം എന്നൊക്കെയുള്ള രീതിയിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, മീറ്റ് ചെയ്യണം എന്നുള്ളത്. ലവേഴ്സ് കാർഡ് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുന്നുണ്ട്. ഓക്കെ, അട്രാക്ഷൻ തോന്നുക, സ്നേഹം തോന്നുക, റൊമാൻറ്റിക് ആയിട്ട് തോന്നുക, എല്ലാ തരത്തിലും അവർക്ക് നിങ്ങളടുത്ത് വളരെയധികം സ്നേഹം തോന്നുകയാണ്. അതായത് പറയാൻ ആഗ്രഹിക്കുന്ന നോക്കുകയാണെങ്കിൽ മിസ് ചെയ്യുകയാണ്. പ്രസൻസ് ആണ് കേട്ടോ, അത് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുക എന്ന് പറയും. 9 of Swords ആണ്. അവർ ഭയങ്കര സാഡാണ്, ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. മിസ്സിങ് എനർജി ഓൾറെഡി നമ്മളിവിടെ കണ്ടല്ലോ. അവർ ഭയങ്കര സങ്കടത്തിലാണ്, അവർക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട്, സങ്കടമുണ്ട്, ഒരു കാണാനുള്ളൊരു ടെൻഡൻസി ഒക്കെയാണ് കാണിക്കുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്ക് ഇവിടെ പേജ് ഓഫ് സോർട്സും അതുപോലെ കിങ് ഓഫ് സോർട്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് കേട്ടോ. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി അവർ കാണിക്കുകയാണ് എന്നുള്ളതാണ്. മേ ബി നിങ്ങൾക്ക് കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ടാകാം, കോണ്ടാക്ട് ഇല്ലാത്തവരാണെങ്കിൽ. സോ അവരിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ് ആണിത്. ഇനി നിങ്ങൾക്കുള്ള കുറച്ച് ക്ലൂസ് എടുക്കാം. ലെറ്റർ ഇ വന്നിട്ടുണ്ട്. 37 മേ ബി ഏജ് ആയിരിക്കാം, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആയിരിക്കാം. 42 വന്നിട്ടുണ്ട്. 39. ലെറ്റർ സി 40 വന്നിട്ടുണ്ട്. 24 ഇത് ഏജ് ആയിരിക്കാം, നിങ്ങളുടെ ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം കേട്ടോ. ലെറ്റർ എൽ വന്നിട്ടുണ്ട്. ലെറ്റർ ആർ വന്നിട്ടുണ്ട്. ആൻഡ് 1 വന്നിട്ടുണ്ട്. 11 വന്നിട്ടുണ്ട്. 33
ലെറ്റർ ജി ഒരു 2 കൂടി എടുക്കാം. 49. ലെറ്റർ ബി ആൻഡ് 15 ആൻഡ് 5 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ഉള്ള ക്ലൂസ് ആണിത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഗ്രൂപ്പ് നമ്പർ 2ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത ആളുകൾക്ക് മാനിഫെസ്റ്റിംഗ് മിറാക്കിൾ ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഡ്രീം എല്ലാം റിയാലിറ്റിയിലേക്ക് വരും. നിങ്ങളുടെ നിങ്ങൾ ചെയ്തിട്ടുള്ള മാനിഫെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിറാക്കിൾ പോലെ നടക്കും. നിങ്ങൾ പോലും ഒരു എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു നേരത്ത് നിങ്ങൾക്കത് മിറാക്കിൾ പോലെ സംഭവിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഗൈഡൻസ് ആണ് കേട്ടോ ഈ ഒരു കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താ എന്നുള്ളത് നോക്കാം. അവരെന്താ ഉദ്ദേശിക്കുന്ന ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്, അവരുടെ ഉദ്ദേശം എന്താണ്. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക കേട്ടോ. സെവൻ ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ടു ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 6 ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളും ഈ പേഴ്സൺ തമ്മിൽ എവിടെയെങ്കിലും ഒന്നിച്ച് ജോലി എടുക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ കൂടെ പഠിച്ചവരായിരിക്കും, അല്ലെങ്കിൽ ചെറുപ്പം മുതൽ അറിയുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അയൽവാസികളായിരിക്കാം, അല്ലെങ്കിൽ കൂടെ ജോലി എടുത്തിട്ട് പിന്നീട് പിരിഞ്ഞു പോയിട്ടുള്ള ആളുകളായിരിക്കും. എന്നിട്ട് എഗെയിൻ പിന്നെയും നിങ്ങൾ കോണ്ടാക്റ്റിലേക്ക് വന്നിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എടുക്കുക കേട്ടോ. പറഞ്ഞതേ ഉള്ളൂ. പാസ്റ്റിലെ മെമ്മറീസ് സൂക്ഷിച്ച് വെക്കുന്ന അല്ലെങ്കിൽ ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജി കിട്ടുന്നത്, അതായത് കുട്ടിത്തം നിറഞ്ഞിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ് കിട്ടുന്നത്. മേ ബി അത് നിങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ ആയിരിക്കാം. ഓക്കെ, ഇവിടെ 2 ഓഫ് സോർട്സും അതുപോലെ 2 ഓഫ് പെൻഡക്കിളും വന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ ആണ് ഇപ്പോഴും റിലേഷൻഷിപ്പിൽ. ഇങ്ങനെ ഒരു മെയിനായിട്ട് നിൽക്കുന്നില്ല, കൺഫ്യൂഷൻ ആയിട്ട് ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ കാണിക്കുന്ന ബന്ധങ്ങളാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടേത് കാണിക്കുന്നത്. ഫാമിലി കാർഡ് വന്നിട്ടുണ്ട്. മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയും കമ്മിറ്റ്മെൻറ്റോടെ ജീവിക്കുന്ന ആളുകളായിരിക്കാം റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഇവിടെ എന്താ അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്, അല്ലെങ്കിൽ അവരെന്താ ഉദ്ദേശിക്കുന്നത്, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്, എന്തുദ്ദേശമാണ് അവരത് എന്ന് നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ പെൻഡക്കിൾ എനർജി, ഇവിടെ എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയത് പെൻഡക്കിൾ എനർജിയാണ്. അത് മണി എനർജിയാണ്. ഇവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്ന് അവരുദ്ദേശിക്കുന്നത് ഈ ഒരു ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റിയാണ്. മേ ബി അവരേക്കാൾ ചിലപ്പം എന്തെങ്കിലും കൂടുതൽ പൈസയുള്ള ആൾ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും ഇവർക്കൊരു പ്രശ്നം വരുമ്പം, അല്ലെങ്കിൽ ഇവർ ഏതൊരു കാര്യത്തിലും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളായിരിക്കാം. അപ്പോൾ അത് അവർക്കൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ അത് അവരുടെ ഒരു ഉദ്ദേശമാണ്, അത് അവർക്ക് നല്ലൊരു ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അവരുടെ ആ ഒരു കഷ്ടപ്പാടിൽ, അല്ലെങ്കിൽ ആ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾ ഈ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വളരെ ഉപകാരമായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, 2 ഓഫ് പെൻഡക്കിൾ വന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും സ്റ്റിൽ കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവുമായിരിക്കും. ഒന്ന് ഫിനാൻഷ്യലി ഇഷ്യൂസ് കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടാകാം, അവർ വിചാരിച്ചതുപോലെ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ദെൻ പിന്നെ അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹമുള്ള ഒരു പുതിയ ജീവിതം.
ഒരു ഫാമിലി പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈഫ് ലോങ് കൂടെ നിൽക്കുന്ന ഒരു ജീവിതം. അതായത് ഒരു പുതിയ ജീവിതം, ലൈഫ്, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ്, ഹാപ്പി ആയിട്ടുള്ള എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ജീവിതം അവർക്ക് ഉണ്ടാക്കുക എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് അവരുടെ ഡ്രീമിലുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരുപാട് സ്നേഹം, ഒഴുകുന്ന സ്നേഹം, പുതിയൊരു ജീവിതത്തിലേക്കുള്ള ഒരു കാലെടുത്ത് വെപ്പ് എന്നൊക്കെയുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു മാരേജ് പോസിബിലിറ്റിയാണ് കേട്ടോ. അത് അവരുടെ ഒരു ഉദ്ദേശമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, മാരേജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ ആയിട്ട് കാണിക്കുന്ന ഇതാണ്. ഇനി അവരുടെ എന്താണ് അവർ ഡീപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പം അവർ ശരിക്കും അവരെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല, ഫിനാൻഷ്യലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു ഉദ്ദേശമാണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ള ഒരു പുതിയ ജീവിതം, അതും അവരുടെ ഒരു ഉദ്ദേശമാണ്. ഇനി നിങ്ങളുടെ അടുത്ത് അവർ ട്രൂ ആയിട്ട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ഉള്ളിൽ നിന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഗ്രൂപ്പ് നമ്പർ 2. എയ്റ്റ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. സക്സസ് വേണം, ലൈഫിൽ ഒരു സക്സസ് വേണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ മേ ബി ജോലിയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രഗ്ലിംഗ് ലൈഫിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പം കൺഫ്യൂഷൻസ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാകാം. ഞാനിതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് നോക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കാണുന്നത് സക്സസ് വേണം ലൈഫിൽ എന്നുള്ളത് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ. ആൻഡ് പേജ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കണം, എനിക്ക് എല്ലാം തുറന്ന് സംസാരിക്കണം, എൻ്റെ പ്രശ്നങ്ങളെല്ലാം തുറന്ന് സംസാരിക്കണം എന്നുള്ള രീതിയിൽ അവർ വിചാരിക്കുന്നുണ്ട്. ആൻഡ് ഏസ് ഓഫ് കപ്സ് എഗെയിൻ വന്നിട്ടുണ്ട്. ഇത് തുളുമ്പുന്ന സ്നേഹം എന്നൊക്കെ പറയാം. അവർക്ക് ഒരുപാട് സ്നേഹം തോന്നുന്ന മിസ്സിങ് എനർജിയാണിത്. അതും അവർ പറഞ്ഞ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഏസ് ഓഫ് കപ്സ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ മാരേജ് പോസിബിലിറ്റിയാണ്. എനിക്ക് മാരേജ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ കൂട്ടണം, ഫാമിലി ആക്കണം, ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം, അല്ലെങ്കിൽ അങ്ങനെ ആക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കാർഡാണ്. അത് അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് 10 ഓഫ് പെൻഡക്കിളാണ് വന്നിട്ടുള്ളത്. പൂർത്തീകരണമാണ്. എഗെയിൻ 10 ഓഫ് കപ്സ് ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി ആക്കാൻ ആഗ്രഹിക്കുന്നു, അതേ കാർഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങളടുത്ത് മേ ബി അവർ ഷെയർ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരത് പറയാൻ ആഗ്രഹിക്കുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 8 ഓഫ് കപ്സ് ആണ്. ഇത് അവരുടെ എനർജിയാണ്. അതായത് അവരുടെ ഒരു സാഡ് ആയിട്ടുള്ള ഒരു എനർജി. ഞാൻ പറഞ്ഞല്ലോ, സ്ട്രഗ്ലിങ് ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവുമായിരിക്കാം. ഒരു സ്ട്രഗ്ലിങ് കാരണം ചിലപ്പം നിങ്ങളെ മൈൻഡ് ആക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളടുത്ത് കറക്റ്റായിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. മേ ബി നിങ്ങളെ ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. അതായത് ഒരു മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഇൻറ്റൻഷനും അതുപോലെ അവർ പറയാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ നോക്കിയത്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റീഡിംഗ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.